നിങ്ങളുടെ വീട്ടിലുള്ള എലികളെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇത് വെറുതെ ആവില്ല, 100% വർക്കിംഗ് ആയിട്ടുള്ള ഒറ്റ ദിവസം കൊണ്ട് തന്നെ എലികളെ നമുക്ക് കൂട്ടത്തോടെ പറഞ്ഞയക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനാവശ്യമായിട്ട് വേണ്ടത് പാരസിറ്റാമോളിൻ്റെ ടാബ്ലറ്റ് ആണ് കേട്ടോ. നല്ല തന്നെ വേണമെന്നില്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ എടുക്കുക കേട്ടോ. 1-2 എണ്ണം മതിയാവും. ഈ ഒരു 2 പാരസിറ്റാമോളിൻ്റെ ഗുളിക നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. പാരസിറ്റാമോളിൻ്റെ ഗുളിക എല്ലാവർക്കും അറിയാം, നമ്മൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി അതൊരു പ്രശ്നമായിട്ട് മാറുന്ന ഒന്നാണ്. അപ്പം എലികളാണെങ്കിൽ ഒരൊറ്റയൊന്ന് ഇതിൻ്റെ വയറ്റിലൊന്ന് ചെന്ന് കിട്ടിയാൽ മതി, എലി പിന്നെ പരിസരത്തേക്ക് വരത്തില്ല കേട്ടോ. പിന്നെ വേണ്ടത് ചോറാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ബാക്കി വന്നിട്ടുള്ളതോ അല്ലെങ്കിൽ തലേ ദിവസത്തെയൊക്കെ ചോറുണ്ടെങ്കിൽ അതെടുക്കുക. ഞാൻ കഞ്ഞിയാണ് എടുത്തിട്ടുള്ളത്, ചെറുപയറും അതേപോലെ തന്നെ കുറച്ച് ചോറൊക്കെ ഉള്ളൊരു സംഭവമാണ് എടുത്തിട്ടുള്ളത്. അത് 2 പാരസിറ്റാമോളിൻ്റെ ഗുളിക എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൊടി ഈ ഒരു ചോറിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങൊന്നും വെച്ച സ്ഥലത്ത് പിന്നെ ഉണ്ടാവത്തില്ല. എലിശല്യമുള്ള വീട്ടിലാണെങ്കിൽ ഉരുളക്കിഴങ്ങൊന്നും പിന്നെ കാണത്തില്ല. ഉരുളക്കിഴങ്ങ്, കപ്പ, അതേപോലെ തന്നെ നമ്മൾ പറമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം മാന്തി വെളിച്ചത്തേക്ക് ഇടും. അത്രയ്ക്ക് ശല്യമാണ് എലി ഉള്ള വീട്ടിൽ ഈ ഒരു എലികളെ കൊണ്ട്. അപ്പം ഈ ഒരു പാരസിറ്റാമോളിൻ്റെ ഗുളിക ഞാൻ പൊടിച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും മാത്രം പോരാ, ഉരുളക്കിഴങ്ങും കൂടെ വേണം. ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ അകത്തേക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പർ പ്ലേറ്റോ അല്ലെങ്കിൽ പേപ്പറിൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ ചിരകിയിട്ട് തേങ്ങേൻ്റെ അംശമൊക്കെ ബാക്കി വന്നിട്ടുള്ള ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ചിരട്ടീൻ്റെ അകത്തേക്കോ ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് വെച്ച് രാത്രി സമയത്ത് വെക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. കുട്ടികളുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ രാത്രി സമയത്ത് വെച്ചിട്ട് രാവിലെ അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും എലി അതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ചത്ത് കിടക്കുന്നുണ്ടാവും കേട്ടോ. മാത്രമല്ല എലിവിഷം വാങ്ങിയിട്ടും അതേപോലെ തന്നെ എലിക്കണി വെച്ചിട്ടൊന്നും നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഈ ഒരു സംഭവം നമ്മൾ വീട്ടിലുള്ള ഏതാനും സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം എലി വരുന്ന സ്ഥലം എവിടെയാണോ അവിടെയൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ എലിശല്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. പിന്നെ എലി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എരിക്കിൻ്റെ ഇല എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ എരിക്കിൻ്റെ ഇല പറിച്ചെടുത്തിട്ട് അതൊന്ന് വീടിന് ചുറ്റും അല്ലെങ്കിൽ എരി വീഴുന്ന സ്ഥലത്തൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു സ്മെൽ, എരിക്കിൻ്റെ ഇലേൻ്റെ സ്മെൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലെങ്കിലും എലികൾക്ക് അതൊട്ടും തന്നെ പിടിക്കത്തില്ല കേട്ടോ. അപ്പം എരിക്കിൻ്റെ ഇല എങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് എലികൾ വരത്തില്ല കേട്ടോ. ഞാനിപ്പം 2 ചിരട്ട എടുത്തിട്ടുണ്ട്. അതിൽ തേങ്ങേൻ്റെ ചെറുതായിട്ടുള്ള അംശങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ അകത്തേക്കായിട്ട് ഈ ഒരു മിക്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് എവിടെയാണോ എലി വരാറ് ആ ഒരു ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ എലിമാളൊക്കെ ഉണ്ടെങ്കിൽ എലിമാളത്തിൻ്റെ പുറത്തൊക്കെ ആയിട്ട് അതിനെ കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. എലിശല്യം നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയൊക്കെ നല്ല രീതിക്ക് തന്നെ കൊഴിയുന്നൊക്കെ ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടിയൊക്കെ നല്ല രീതിക്ക് വളരാനൊക്കെ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉള്ളിയാണ് വേണ്ടത്. വലിയുള്ളി ഒന്ന് ചെറുതായിട്ട് കഷ്ണിച്ചിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ അളവിൽ തൈരും കൂടെ വേണം കേട്ടോ. ചിലരുടെ മുടിയൊക്കെ ഉണ്ടാവും ഒരു ചകിരി പോലെ, നമ്മൾ എത്ര തന്നെ ഓയിലിട്ടാലും ഒരു ചകിരി പോലെ, കുളിച്ച് കഴിഞ്ഞാൽ ഒരു ചകിരി പോലെയൊക്കെ ആയിട്ടുണ്ടാവും, എപ്പോഴും ഒരു ഡ്രൈ ആയിട്ടിരിക്കുന്നത്. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഈ ഒരു വെള്ളം നമ്മൾ തലയിലേക്ക് തേച്ച് കൊടുക്കുക. അതിനുശേഷം കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ. മുടി നല്ല രീതിക്ക് നീളമൊക്കെ ചെയ്യും. ആഴ്ചയിൽ 2 വട്ടം വെച്ചിട്ട് ഒരു മാസമൊക്കെ തേക്കുമ്പോഴേക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും.